നീ അങ്ങോട്ട് നോക്കി. കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാർത്ത, എക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ സംഭവം പറ കേക്കട്ടെ. ഇന്ത്യയിലെ സ്കാൻഡിനേവിയാണ് കേരളം. അസ്വസ്ഥപ്പെടുന്ന എന്തിനാ? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് അല്ലല്ല ഞാൻ ഇത്രയേറെ സ്റ്റാൻഡേർഡുള്ള ഈ കേരളം വിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തിനാ ചികിത്സക്ക് അമേരിക്കയിൽ പോകുന്നത്? അതാ എനിക്ക് മനസ്സിലാവും. അതല്ല ഉദ്ദേശം. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ മേഖലയെ നിങ്ങൾ അപമാനിക്കില്ല ഈ അമേരിക്കൻ ചികിത്സയ്ക്ക്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്നു? നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒന്ന് വരണം. തീർച്ചയായിട്ടും വരാം. ഞാൻ എത്രയോ തവണ വന്നിട്ടുണ്ടെങ്കിൽ വരാം, ഒരു കുഴപ്പമില്ല. അത് സ്കാൻഡിനേവിയ ആണെങ്കിൽ സ്കാൻഡിനേവിയ എന്തായിരിക്കും എനിക്ക് പേടിയുണ്ട്. അപ്പൊ വിധു ചേച്ചി എന്നോട് പറഞ്ഞത്, വിധു ചേച്ചിയുടെ സഹോദരി ആൽവി, അവർ ജർമ്മനിയിലാണ്. അതിനൊന്നും ഇല്ലേ? അവര് പെട്ടെന്ന് ബാത്റൂമിൽ ഒന്ന് തല കറങ്ങി വീണ് തല ഇടിച്ച് അൺകോൺഷ്യസ് ആയി. അവരെ പെട്ടെന്ന് റൂമിലേക്ക് കൊണ്ടുവന്ന് ഹസ്ബൻഡ് ജർമ്മനിയിലെ മെഡിക്കൽ കെയറിൽ വിളിച്ചപ്പം അൺകോൺഷ്യസ് ആയിട്ട് ന്യൂറോ പ്രശ്നം ആയിരിക്കണമല്ലോ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അവരെ ഉടനെ അവിടുന്ന് അവർക്ക് കൊടുത്ത ഡേറ്റ് 3 ആഴ്ച കഴിഞ്ഞുള്ള അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ആണ് കൊടുത്തത്. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. അതാണ് ലോകത്തെ നമ്മൾ വളരെ വികസിത രാജ്യമെന്ന് പറയുന്ന രാജ്യങ്ങളിലെ മെഡിക്കൽ കെയർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ പൊതുജനാരോഗ്യം രാഷ്ട്രീയ തിമിരത്തിന്റെ പേരിൽ ഇങ്ങനെ എതിർക്കരുത് ചാണ്ടി. ചോദിക്കുന്നത് അതല്ല. നമ്മളിപ്പം ആര് ഭരിച്ചാലും നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി അപ്പം തന്നെ ചികിത്സിക്കും. അതല്ലാതെ അപ്പം തന്നെ ചികിത്സിക്കുന്നത് ഇടതുപക്ഷത്തിന് ക്രെഡിറ്റാന്ന് പറയുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടർമാരുണ്ട്. പണ്ട് കുറിപ്പെഴുതി കൊടുക്കും, അത് മരുന്നാക്കി ഇപ്പൊ കയ്യിലേക്ക് കൊടുക്കാൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് കഴിയുന്നുണ്ട്. അതൊന്നും ഇവിടെ ആർക്കും അന്വേഷിക്കേണ്ടത്. ബാക്കി ഞാൻ നാളെ ചിരിക്കാവേ. മുഖ്യമന്ത്രിയാണ് നമ്മുടെ ആരോഗ്യ മേഖല കൊള്ളുകയില്ലാത്തോണ്ട് അമേരിക്കയിൽ പോയത്. ഒരിക്കലല്ല, ഞാൻ പറയട്ടെ, ഓരോ അസുഖങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട അസുഖം. അപ്പൊ പിന്നെ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട. അല്ല, താങ്കൾ ഇത്തരം ചോദ്യങ്ങൾ വ്യക്തിഹത്യ നടത്തുന്ന ഒരു രീതി താങ്കൾ സ്വീകരിക്കുന്നതാ. ഇവിടെ ചികിത്സയില്ലാത്ത അദ്ദേഹത്തിന്റെ അസുഖം നമുക്ക് അറിയാൻ വേണ്ടിയാണ്. ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ പോലും ചിലപ്പോൾ ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് പോകുന്നതിൽ എന്താ തെറ്റ്? ഈ നാടിന്റെ മുഖ്യമന്ത്രി ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി പോകുന്നതിൽ ഒരു തെറ്റില്ല. പക്ഷെ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളെല്ലാം നേരിടാന്നല്ല നിങ്ങൾ പറയുന്നേ. ഒരിക്കലല്ല, ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഹോസ്പിറ്റൽ ആക്സസിബിലിറ്റി ഉണ്ടോ? ഹോസ്പിറ്റലിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സബ്സ്ക്രൈബ് ചെയ്യാമോ? എന്നാ പിന്നെ ഞാനങ്ങട്